മൈ ചാനൽ. ഇറ്റ്സ് മീ എലിസ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം എനിക്ക് തോന്നുന്നു ലൊക്കേഷൻസും അതുപോലെ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ വീടൊക്കെ കാണാനല്ലേ കുറേ പേര് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ലാലേട്ടൻ്റെ എന്ന് പോഴിൻ്റെയും അതുപോലെ തന്നെ ബൈസിക്കിൾ ടീസിൻ്റെയൊക്കെ ലൊക്കേഷൻ്റെ വീഡിയോയ്ക്കൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതിപ്പം നമ്മൾ ഇന്ന് എവിടെയൊക്കെ പോകണമെന്നറിയോ? ധർമ്മജൻ്റെ വീട്ടിലേക്കാണ്, ധർമ്മജൻ ബോൾഗാട്ടി. അപ്പോൾ നമ്മൾ വീട് അന്വേഷിച്ച് പോയി കാണാൻ പോവാണ്. നമുക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കണു. എന്താണ് നമുക്ക് പോവാം. നമ്മളങ്ങനെ ഒരു ടോളെത്തി. ഇവിടെ ഇങ്ങനെ ക്യൂ നിന്ന് നമ്മളിനി പേ ചെയ്തിട്ട് വേണം പോവാൻ. കൊറോണയൊക്കെ ആകുമ്പോഴത്തേക്കും തിരക്കൊക്കെ കുറവായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് കേട്ടോ. പക്ഷെ നല്ല തിരക്കുണ്ട്. നമ്മളെന്തേ ക്യൂവിൽ നിൽക്കുകയാണ്. എന്തോ നവംബർ 3-ാം തീയതി ചിഹ്നഗ്രഹം വരുന്നു. അല്ലെങ്കിൽ തന്നെ നമ്മളെല്ലാവരും കൊറോണ കൊണ്ട് ബുദ്ധിമുട്ടിരിക്കുകയാണ്. അപ്പം ഇനി ചിഹ്നഗ്രഹവും കൂടി വന്നാൽ എന്തായിരിക്കും അല്ലേ? എന്തായാലും ആവട്ടെ. അതിന് മുമ്പ് പോയി നമുക്ക് ധർമ്മജന്റെ വീടൊക്കെ കൊണ്ട് സന്തോഷിച്ചിട്ട് വരാം. നമ്മുടെ ഫാസ്ടാഗ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ എന്തോ SBIയുടെ ആണ്. അപ്പോൾ അത് പാൻ കാർഡായിട്ട് ലിങ്ക് ചെയ്യാത്തതുകൊണ്ടോ എന്തോ ഒരു സംതിങ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളും പേ ചെയ്ത് പോകേണ്ടതാണ്. എനിക്കൊന്നും എല്ലാവരും തന്നെ പേ ചെയ്താണ് പോകണമെന്ന് തോന്നുന്നു അല്ലേ? കാരണം അല്ലെങ്കിൽ ഇത്രയും ക്യൂ വരേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ വൈറ്റിലെ ഗോൾഡ് കണ്ടോ, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ നമ്മുടെ പാലാരിവട്ടം പാലം ഒരു ഉപയോഗം ഇല്ലാണ്ട് ഇരിക്കുന്നത്. പാലം അല്ലേ വിട്ടേക്കാം. നമുക്ക് എപ്പോഴും ആളുകൾ ഇവിടെ കൂടെ പോകുമ്പോ എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞ് ഈ പാലത്തിനെ ആക്ഷേപിക്കാറുണ്ടായിരിക്കും. പക്ഷെ എങ്ങനെ പറയാതിരിക്കാൻ തോന്നില്ല. ഇത് കാണുമ്പോ എപ്പോഴും പറയാൻ തോന്നും. അപ്പൊ ചീമോന്റെ വീടിനെ കൂടി പോണ വഴി തന്നെ അല്ലേ? സെന്റ് മേരീസ് ചർച്ച് മുട്ടിനകം. അതിന്റെ തൊട്ടടുത്താണോ വീട്? അപ്പൊ നമ്മള് ഇങ്ങോട്ട് എത്താൻ പോവാണ്. നമുക്ക് ചോദിച്ചു പോവാ. ചേട്ടാ ഈ ധർമ്മജന്റെ വീട് സ്കൂളിന്റെ അടുത്ത് ചെന്നിട്ട് നേരെ അങ്ങാട് കഴിയും. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു കപ്പേള ഉണ്ടാവും. ആ കപ്പേളുടെ അവിടെ നിന്ന് നേരെ പടിഞ്ഞാട്ട് വന്നു കഴിഞ്ഞാൽ കടത്തുകട റോഡ് കൊണ്ട് കഴിയിട്ടുണ്ട്. അതിൽ കൂടി അങ്ങോട്ട് താങ്ക് യു. അങ്ങനെ നമുക്ക് ആ ചേട്ടൻ നല്ല ഭംഗിയായിട്ട് വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും ഉണ്ടല്ലോ ഈ വഴി ആരെങ്കിലും പറയുമ്പോഴേ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും കേട്ടോ. എന്നൊക്കെ പറഞ്ഞ് കേട്ടോണ്ടിരിക്കെ അത് കേൾക്കുമ്പോ എനിക്ക് മനസ്സിലാവുണ്ടാവും. പക്ഷെ കുറച്ചും കൂടെ നീങ്ങുമ്പോ ഞാൻ എങ്ങോട്ടാണാവോ പറഞ്ഞത്. അതാണ് ഞാൻ ആര് വഴി പറഞ്ഞു ഞാൻ കേട്ടാലും ഡോർഫിനോട് മനസ്സിലായാലോ. അപ്പൊ ഡോർഫിന് മനസ്സിലായെങ്കിൽ പിന്നെ ഇഷ്ടമായിട്ട് നമുക്ക് വഴിയൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടോ. അപ്പോൾ എനിക്കിങ്ങോട്ട് ടെൻഷൻ വരാൻ തുടങ്ങി. എനിക്ക് സ്ഥിരമുള്ള സംഭവമാണ്. എവിടെയെങ്കിലും ആരെങ്കിലും കാണാൻ പോവാണെങ്കിൽ അപ്പം ഇങ്ങോട്ട് തോന്നുന്നേ അവരത് വിചാരിക്കും വഴക്ക് പറയോ അങ്ങനെയൊക്കെ ഒരു സംഭവമാണേ. സ്ഥിരമുള്ളതാണ്. അപ്പോൾ വഴിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അതങ്ങോട്ട് കൂടി വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ അൽഫോൺസാമ്മയുടെ ഒരു കപ്പേള ഉണ്ടപ്പോൾ നമുക്ക് അവിടെ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ കാണാം. ഇവിടെ നേരോട്ട് ലെഫ്റ്റ്. ഓക്കെ താങ്ക് യു. അയ്യോ നേരെ വീട്ടിൽ ലെഫ്റ്റ് എടുത്താൽ മതി. ഇത് കർത്താവേ. ധർമ്മജന്റെ വീടിൻ്റെ അടുത്ത് വരെ കാറ് പോവും. എന്നാലും നമ്മൾ വേറെ കുറച്ചിങ്ങനെ നീക്കിയിട്ടിട്ട് നടന്നങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ചാനൽ സബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനായിട്ട് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് അവസാനം ആകുമ്പോൾ മറന്നു പോകും. അതുകൊണ്ട് അങ്ങനെ മറന്നു പോവാതിരിക്കണം ഞാൻ ആദ്യം പറയണേ. ഇപ്പം തന്നെ പോയി കമൻറ്റ് ചെയ്തു. ഇപ്പം തന്നെ കമൻറ്റല്ല ലൈക്ക് ചെയ്തോ. കമൻറ്റ് ചെയ്തോ. ലൈക്ക് ചെയ്യാനും വിട്ടു പോകണ്ട. സബ് ചെയ്യാത്തവർ സബ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ലുണ്ട്. ആ ബെല്ലടിച്ചില്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് നോട്ടിഫിക്കേഷൻ കിട്ടില്ല. വെറുതെ ബെല്ലടിച്ചാൽ മാത്രം പോരാ. ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെയാണോ നമ്മൾ പ്രസ് ചെയ്തേക്കണേന്നൊന്ന് നോക്കിയും കൂടി ചെയ്യണേ. വളരെ കുറവാണ് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തേക്കുന്നതെന്ന് എനിക്ക് യൂട്യൂബിൽ നിന്ന് മെയിൽ വന്നായിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും പറയണത്. ആരും ശല്യപ്പെടുത്താണെന്ന് വിചാരിക്കണ്ട. എന്തായാലും ഓളും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. ഇതേ ധർമ്മജന്റെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ധർമ്മജന്റെ വണ്ടി കേട്ടോ, ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ ചേട്ടൻ അകത്ത് കാണുമായിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോഴും എനിക്കിങ്ങനെ പടപടാന്ന് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന നെഞ്ച്.
നോക്കി വന്നപ്പോ തന്നെ ഓണത്തിന് പൂ പറിക്കണോ? വേണ്ടോ? താഴെ പോയി പൂക്കളിടാൻ പോവാണോ? ആണോ? കൊള്ളാട്ടോ, ഗ്ലാമർ ആയിട്ടുണ്ട്. വിടാതെ പിടിച്ചോ. നമ്മള് വീട്ടിലെത്തിട്ടോ. ആളകത്തുണ്ടെന്ന് തോന്നുന്നു. വണ്ടിയൊക്കെ കൂടെ കിടക്കുന്നുണ്ട്. കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം കൊറോണയുടെ ഒരു സമയമായതുകൊണ്ട്. പിന്നെ ഞാനും ടെൻഷൻ അടിച്ചുകൊണ്ടാണെങ്കിൽ നിൽക്കുക. അപ്പൊ ഈ കാണാനാണ് ധർമ്മേട്ടൻ്റെ ധർമ്മേട്ടൻ്റെ വീട് കേട്ടോ. ധർമ്മേട്ടൻ എന്നാണ് എല്ലാവരും പറയണത് ഇവിടെ. ഞാൻ തള്ളി തുറന്ന അകത്ത് കയറുവാണ്. അയ്യോ, അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. ധർമ്മേട്ടൻ ഇവിടെ ഇല്ല, ആള് രാത്രി വരുമ്പോൾ. എന്തായാലും നമ്മൾ വൈഫിനെ കണ്ടിട്ടോ. അനുജ എന്നാണ് പേര്. അപ്പോൾ ചേച്ചി ഒന്ന് റെഡി ആയിട്ട് വരും. എന്നിട്ട് നമുക്ക് ചേട്ടനെ കിട്ടിയില്ലെങ്കിലും ചേച്ചിയുടെ ഒരു ഹായൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. ചേച്ചിനെ കാണിച്ചു തരാം കേട്ടോ. കയറി ഇരിക്കാനൊക്കെ പറഞ്ഞു കേട്ടോ ഞങ്ങളോട്. പക്ഷേ കൊറോണയുടെ സമയമല്ലേ, പിള്ളേരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം നമ്മൾ കയറണില്ല, നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. നമ്മുടെ ധർമ്മേജുണ്ട്. നമുക്ക് കിട്ടിയില്ലെങ്കിലും ചേച്ചിയുണ്ട്, അനുചേച്ചിയുണ്ട്. മോളുടെ പേരെന്താടാ? വേദ. മോള് വൈഗ. വേദയും വൈഗയും ഇവിടെ ഉണ്ട്. നമുക്ക് ഒരു 3 പേരും കിട്ടി. അമ്മയുണ്ടോ? അമ്മ ഇവിടെ കൂടെ ആണോ? വിളിക്കണ്ട, ഞാൻ ചോദിച്ചതാ. ധർമ്മജാന്റെ അമ്മയും ഇവിടെ ഇവരോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ. അമ്മ മേളിലാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഒരു കിട്ടിയല്ലോ. ഞങ്ങൾക്ക് ഒരു ഹായ് പറയോ സബ്സ്ക്രൈബേഴ്സിന്? അപ്പം ഇതാണ് ഏട്ടൻ്റെ കുടുംബം. ഏട്ടൻ ഇല്ലാതെ നമുക്ക് ഏട്ടൻ്റെ കുടുംബത്തെ കാണിക്കാം. എന്നാലും നല്ല കാണാൻ പറ്റിയല്ലോ എല്ലാവരും. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കേട്ടോ ചേച്ചി. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഓണാശംസകൾ ധർമ്മജേട്ടൻ വരുമ്പോൾ പറയണം കേട്ടോ. അനുചേച്ചിയുടെ കുറച്ച് പാഷനായിട്ടുള്ള സംഭവങ്ങളിവിടെ സ്വന്തമായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആരെക്കൊണ്ടും ചേച്ചിയല്ല, ചേച്ചി തന്നെ ചെയ്താന്ന് പറഞ്ഞത്. നമുക്കതൊന്ന് കാണാം. ചേച്ചി കാണിച്ചാ. ഇതൊക്കെ ഈ പ്ലാൻസ് ഒക്കെ പുള്ളിക്കാരത്ത് തന്നെ റെഡിയാക്കി ഇവിടെ വെച്ചേക്കാണ്. ചേച്ചി വെച്ച് തുടങ്ങിയപ്പോൾ മഴ വന്നതല്ല, അതാണ് റെഡിയായി വരുന്നേ ഉള്ളൂ. കൃഷിയുണ്ടല്ലേ? വെച്ചാളൊക്കെ കൃഷി തറവഞ്ഞണ്ട കേട്ടോ. അതീ തൊട്ട് കളിക്കണ്ട. ഒരു ദിവസം പനിയായിട്ട് കിടന്നപ്പോൾ ഞാൻ വിചാരിച്ച് പനിക്കൂർക്കാന്ന് പറയുന്നത് ചതച്ച് കൊറേ കഴിഞ്ഞപ്പോഴാണ് ഇത് പനിക്കൂർക്കയുടെ കൂർക്കയുടെ. അയ്യോ, അല്ല ശരിക്കും പറഞ്ഞേ ആണല്ലേ, കൃഷിയുണ്ട്. പക്ഷെ അതിന്റെ ലീഫിനെ കുറച്ച് ഇങ്ങനെ കട്ടിയുമാണ്, നീളവുമുണ്ട്. പൊടിക്കുമ്പോ ഞാൻ പറഞ്ഞത് ഈ കൂർക്കയില്ല, നമ്മുടെ കരക്കുന്ന കൂർക്ക കാട് പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലും കുറച്ചുകൂടി നീളം ഉണ്ടല്ലോ. അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായി വരുന്നല്ലോ കേട്ടോ. വീട്ടിൽ ടെറസിന്റെ മുകളിൽ കുറെ ഉണ്ടല്ലേ? വീടുണ്ടോ? മുകളിലുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്ന പിന്നെ ഇപ്പൊ തിയേറ്റർ പണിതൊക്കെ അതൊക്കെ മാറ്റി. വീട്ടിലെ കൃഷി ഫുള്ളതാണോ? അത് കുറച്ച് പോർഷൻ അതിങ്ങനെ എടുത്തേക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടാ. ഇങ്ങനെ ഒരു ഫോണില് നിറച്ച് കൂർക്ക. ഇത് FM-ൽ ഒരു ഇതുണ്ടായിരുന്നു, നമ്മുടെ കൃഷി കാണിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനുവേണ്ടി ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് ഈ പച്ചക്കറിയൊക്കെ സംസാരിക്കുന്ന പോലെ ഒരു വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുത്തായിരുന്നു. 2 ദിവസം അയാളെ വെച്ചിട്ട്. അതിന്റെ ഇതാണ്, അതിനുവേണ്ടി എടുത്താണ്. ടീച്ചിങ് പടവലങ്ങയൊക്കെ നമുക്കിവിടെ സ്ഥലമില്ല, അതാണ് ഏറ്റവും വലിയ പാട്. സ്ഥലം മാത്രമല്ല, മണ്ണുമില്ല, എല്ലാം ടൈലിട്ട് വെച്ചേക്കണില്ല. ഞങ്ങൾക്ക് മുകളിലാണ്, ടെറസിന്റെ മുകളിൽ. ഫ്രണ്ടിൽ സ്ഥലമില്ല. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മുടെ മുറ്റത്ത് നിന്ന് മണ്ണ് ചുവന്ന് കയറ്റി അവിടെ അമ്മ കുറച്ചൊക്കെ ചെയ്തു നോക്കും. ചേന അമ്മ ചെയ്യണത് അതാ. ഇവന്റെ പേരെന്താ? അക്കി. ഇത് എന്തിനാച്ചി? ഇപ്പൊ കുളിപ്പിച്ചോളൂ. എന്റെ മുടി ഇങ്ങനെ കൊറേ കിടക്കുമല്ലേ, കൊറേ കട്ട് ചെയ്ത് വരുന്നു നോക്കത്. കുഴപ്പമൊന്നുമില്ലല്ലേ? കടിക്കൊന്നുമില്ല. ഹലോ, ഇഷ്ടമാണോ? അത് ഞാൻ എടുക്കട്ടെ. എനിക്കിഷ്ടമാണ് എടുക്കാൻ. ഇതൊന്ന് പിടിച്ചേ. അക്കി അക്കി അക്കി. എന്റെ തല ഏതാണ്? എന്റെ ദൈവമേ, നല്ല മണമുണ്ട്. ഒരു നോക്കണണ്ട. ഹായ് ഹായ്.
പൊക്കോടാണ്. ചിലപ്പോ പോകില്ലായിരിക്കും അല്ലേ? ഇഷ്ടപ്പെട്ടു. ചേട്ടന്റെ പാതയിലൂടെ വന്നോണ്ടിരിക്കുന്ന ആളാട്ടോ ഇയാള്. മരടില് പക്ഷെ ഇറങ്ങിയിട്ടില്ല. മരടില് അഭിനയിച്ചിട്ടുണ്ട്. ഇത് മരടിന്റെ മറ്റേ അതിനകത്ത് ആ ഫ്ലാറ്റിന്റെ പുതിയതില്ലല്ലേ? അപ്പൊ നമ്മൾ ഇനി ഇയാളെ കാണാൻ പോണുള്ളൂ. ഇയാളെന്താ ചെയ്യണേ? ഇയാൾക്ക് എന്താ ഇൻട്രസ്റ്റ്? ടിക്ടോക്കിന്റെ ആളാണോ? ടിക്ടോക്ക് പോയല്ലാണ്. അപ്പൊ ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങള് ചെല്ലാത്തതാണ്. മാസ്ക് വെക്കട്ടെ. ചെല്ലാനാണ്. യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ട് അമ്മ. അപ്പൊ അതില് കുറെ പേര് ധർമ്മേന്ദ്രന്റെ വീട് കാണിക്കാനൊക്കെ ചേച്ചി റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ധർമ്മേന്ദ്രന്റെ വീട് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നതാണ്. ഒരു ചെറിയ ചാനലാട്ടോ, വലിയ ടിവിയിലൊക്കെ വരുന്ന ചാനലല്ല. അപ്പൊ ഇതേ ധർമ്മേന്ദ്രന്റെ അമ്മയാണ്. ഒന്നൊരു ഹായ് പറയുന്നത് ഇങ്ങനെ കാണിക്കൂ. മാധവി അമ്മേന്റെ പേരല്ലേ? അമ്മേന്റെ പേര് മാധവി എന്നാട്ടോ, മാധവി അമ്മ. അപ്പം ധർമ്മജൻ ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ബാക്കിയുള്ളവരെയൊക്കെ കണ്ടു. ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ചേച്ചിനെയൊക്കെ കണ്ടു. ആവശ്യത്തിൽ അധികം നേരം സംസാരിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും നേരം സംസാരിച്ചു. എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് പോവാനി. നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായല്ലേ? ചേട്ടനില്ല, ധർമ്മജൻ അവിടെ ഇല്ല. അതൊരു സങ്കടമുണ്ട്. പക്ഷേ ചേച്ചിയും പിള്ളേരും അമ്മേനെയൊക്കെ കാണാൻ പറ്റി. അവരെല്ലാവരെയും കാണാൻ പറ്റിയത് മാത്രമല്ല, ഭയങ്കര ഞങ്ങളോട് കയറിയിരിക്കാനൊക്കെ പറഞ്ഞോട്ടോ ചേച്ചി. പിന്നെ പിള്ളേരെ അമ്മയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കൊറോണയുള്ള സമയത്ത് അങ്ങനെ കയറിയിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കയറാഞ്ഞത്. എന്നാലും വേണ്ടെന്ന് പറഞ്ഞിട്ടും കൊണ്ടുവന്ന് വെള്ളമൊക്കെ ലൈം ജ്യൂസൊക്കെ തന്ന് ഞങ്ങളതൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. ഭയങ്കര സന്തോഷം. അപ്പോൾ സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ വിട്ടു പോകുന്നൊരു കാര്യമാണ്, ആദ്യമായിട്ട് കാണുന്നത് സബ് ചെയ്യാൻ മറക്കരുത്. സബ് ചെയ്യണം, വിട്ടുപോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ധർമ്മജൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പം ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ശ്രദ്ധിക്കാമല്ലോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കണം. ഭയങ്കര സന്തോഷം എനിക്ക്. ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. എന്നാലും ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നല്ലൊരു അനുഭവം എല്ലാവർക്കും വേണ്ടി തന്നുകൊണ്ട് സൈൻ ഓഫ് ചെയ്ത് ഞാൻ നോക്കട്ടെ. ബൈ.